എന്താവോ എന്തോ ഭയങ്കര ടെൻഷൻ. ഇനി ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ലീഗ് നമ്മൾ ഉറപ്പിച്ച്. ഇനി അടുത്ത ആഴ്ച മറ്റവന്മാർ വരുമ്പോൾ അവന്മാരെയും തോപ്പിച്ച് അവന്മാരുടെ ഫ്രണ്ട് വെച്ച് നമ്മൾ കപ്പെടുക്കും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പാട്ട് തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി. അതല്ലടോ, ഇലക്ഷന്റെ കാര്യം പറഞ്ഞത്. ഇലക്ഷനും കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും പ്രസിഡന്റുമായി. ഇനി അതിലെന്തോന്ന് ടെൻഷൻ? ഇവിടുത്തെ അല്ലടോ, കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നാളെ ഇലക്ഷന്റെ റിസൾട്ട് വരും. അത് നമ്മളെ എങ്ങനെ ബാധിക്കും? നമ്മുടെ ഫാൻസ് കുറെ അവിടെ ഉള്ളവരല്ലേ, അപ്പൊ അവരെ ബാധിക്കുന്ന ഒരു കാര്യം നമ്മളെ ബാധിക്കൂലേ? ശരിയാ, ബാധിക്കും. സാറിന് നമ്മുടെ ഫാൻസിന്റെ കാര്യത്തിൽ ഭയങ്കര കരുതലാണല്ലേ? പിന്നെ കരുതാതിരിക്കാൻ പറ്റൂ. എത്ര സ്പോട്ടിഫൈ പ്രീമിയം എന്നറിയാം അവിടെ നിന്ന് വരുന്നത്. സാർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നുമില്ല. തമിഴ്നാട്ടിൽ ഞാൻ വിജയുടെ കൂടെയാണ്. അപ്പൊ സാർ അണ്ണൻ റസികനാണല്ലേ? അതുകൊണ്ടൊന്നുമില്ല. പുള്ളിയുടെ പാർട്ടിയുടെ കൊടി കണ്ടിട്ടില്ലേ? നമ്മുടെ സ്പെയിന്റെ കൊടി പോലെ ഇരിക്കും. അതുകൊണ്ടൊരു ചായ. അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് പിന്മാറിപ്പോയി. എന്താണ് നമ്മുടെ അടുത്ത ടാസ്ക്? ഇനിയുള്ളത് 4 കളി. 4 കളിയും ജയിച്ച് 100 പോയിന്റ് സെഞ്ചുറി അടിക്കാന്നുള്ളതാണ് ടാസ്ക്. എമാല് റാഫീനി ഒന്നും ഇല്ലാതെ നടക്കൂ? ഞാൻ പറഞ്ഞില്ലേ, മറ്റവന്മാര് രണ്ടും കൽപ്പിച്ചായിരിക്കും വരുന്നത്. അവന്മാരെ കൂട്ടാൻ പറ്റിയ ചിലതൊക്കെ നടക്കും. നടത്ത്. എന്നിട്ട് വേണം അടുത്ത സീസൺ കുറച്ച് സൈനിങ്സ് നടത്താൻ. അല്ല, റാഷ്ഫോർഡിന്റെ കാര്യം എങ്ങനെ? പോവാണോ അത് നിൽക്കണോ? പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്താനെ ഇപ്പൊ പോവാന്ന് ക്യാരിക്ക് വിളിച്ചു പോലും. എന്തേലും ആവട്ടെ. എന്തായാലും നമ്മുടെ ഷെൽഫ് തുടച്ച് വെച്ചിട്ടുണ്ട്.